ഞാനിവിടെ അടിപൊളി ഒരു മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാം. ബിരിയാണിയാണ്, വെറൈറ്റിയാണ്, കൂടെ നല്ല ടേസ്റ്റുമാണ്. 1 കിലോ അരിക്കുള്ള ചോറാണ് വെക്കുന്നത്. അരി ഞാൻ 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ട്. 9 മുട്ട പുഴുങ്ങിയതുണ്ട്. പിന്നെ ഒരു 2 ഉള്ളി മുറിച്ചത്, നീളത്തിൽ മുറിച്ചത്, കൂടെ 4 പച്ചമുളകും ചേർത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. 5 വലിയ തക്കാളി എടുത്ത് ചെറുതാക്കി മുറിച്ച് വെക്കുക. കൂടെ മല്ലിയില, പുതിനയില ഓരോ കെട്ട് വീതം അത് മുറിച്ച് വെക്കുക. ബിരിയാണി ഇല ഉണ്ടെങ്കിൽ അതും 2 എണ്ണം ചേർക്കാം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിന് ഒരു 3 സ്പൂൺ അത് വേണ്ടി വരും. പിന്നെ നമുക്ക് മസാല എന്ന് പറയാനായിട്ട് പട്ട, പെരുംജീരകം, ഗരം മസാല പൗഡർ വേണം. വെളിച്ചെണ്ണ, നെയ്യ്, ഉപ്പ്, കൂടെ നമുക്ക് മസാലപ്പൊടികൾ ആവശ്യമുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് 3ഉം വേണം. ഞാൻ 7 ലിറ്ററിൻ്റെ കുക്കറാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്, ബിരിയാണിക്കാകുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ വേണം. എണ്ണ ഒഴിച്ച് ഉള്ളിയിട്ട് നല്ലപോലെ വഴറ്റുക. ഉള്ളി വേഗം വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ വേഗം നമുക്കത് വഴന്ന് കിട്ടും. അതിന് ശേഷം നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന ഗരം മസാല കൂട്ടത്തിൽ പട്ട, പെരുംജീരകം എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലപോലെ മൂക്കുമ്പോൾ തന്നെ ചെറുതായി സ്മെല്ല് വരാൻ തുടങ്ങും നമുക്ക്. അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് നല്ലപോലെ അത് ചുമപ്പ് കളറാവുന്നിടം വരെ നല്ലപോലെ ഇത് മൂപ്പിച്ചെടുക്കുക. ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് തന്നെ മാറി തുടങ്ങിയിട്ടുണ്ടാവും. നല്ലപോലെ മൂക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. മൂക്കുന്ന സ്മെല്ല് വരും നമുക്ക്. കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ തക്കാളി ഒന്ന് വേഗം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വേഗം വെന്ത് കിട്ടില്ല. അതുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂട വെച്ച് നമുക്ക് മൂടിക്കൊടുക്കാം. എനിക്ക് 2 വട്ടം മൂടി കൊടുക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെന്തിട്ടില്ലായിരുന്നു. ആദ്യം തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ല. ഞാനത് പിന്നെ മൂടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട്. 2ാമത്തെ പ്രാവശ്യം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ലാണ്, നല്ല മണമാണ് അകത്ത് മുഴുവൻ. അപ്പോൾ ഞാൻ അത് 2ാമതൊന്നും കൂടെ ഇളക്കി കൊടുത്ത് എല്ലാം ആയപ്പോഴത്തേക്കും നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിന് ശേഷം മുറിച്ച് വെച്ച പുതിന ചേർത്ത് കൊടുത്തു. പുതിന എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കുത്തൽ മണം വരും. അപ്പോൾ അത് ഒരു 2 സെക്കൻഡ് നേരം അതൊന്ന്, പുതിനയില വേഗം വഴന്ന് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ വേഗം അത് നല്ലപോലെ ഒന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കൂടെ കുറച്ച് മല്ലിയില, മുറിച്ച് വെക്കുന്ന മല്ലിയിലയിൽ പകുതി ചേർക്കുക നമ്മൾ, അതും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടെ ഇളക്കി അത് നല്ലപോലെ അതിനകത്ത് നല്ലപോലെ മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. എല്ലാ മുട്ടയും ചേർത്ത് കൊടുത്ത് പതുക്കെ ഇളക്കി കൊടുക്കണം. മുട്ട പൊട്ടില്ല, എന്നാലും നമ്മൾ നല്ലപോലെ നോക്കി ഒന്ന് ഇളക്കി അതിൻ്റെ മേലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വെച്ച് ഒന്ന് തട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച അരി അതിന് മേലെ ഇടുക. കുതിർത്ത് വെച്ച അരിയിട്ട് വെക്കുക. അരി ഇടുമ്പോൾ തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കണക്കിന് നമ്മൾ അടുത്ത സ്റ്റൗവിൽ വെച്ച് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെയായിരുന്നു. ആ വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ബാക്കി ഉണ്ടായിരുന്ന മല്ലിയിലയും ചേർത്ത്, ബിരിയാണി ഇലയും ചേർത്ത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ കുക്കർ അടച്ച് ഒരു വിസിൽ വരുമ്പോൾ തന്നെ വിസിൽ തട്ടി, ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് വിസിൽ എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെ വെച്ച് സ്റ്റീം മുഴുവൻ പോയതിന് ശേഷം നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അടിപൊളി ബിരിയാണി ആയിട്ടുണ്ടാകും. നല്ല വെന്ത് പാകത്തിനായിട്ട് അത്. ഞാൻ ഇത്തിരി താമസിച്ചു പോയി അത് തുറക്കാൻ വേണ്ടിയിട്ട്, വേറെ പണിയായതുകൊണ്ട് ഇത്തിരി താമസിച്ചു. നോക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് വെന്തെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അരിയെല്ലാം കൃത്യമായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം ബിരിയാണിയിലൊക്കെ കാണുന്നുണ്ട്, നല്ല സ്മെല്ലുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അങ്ങനെ ബിരിയാണി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മോള് റെഡിയായി വന്നു. അവളാണ് ഫസ്റ്റ് കഴിച്ച് നോക്ക്, നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ കഴിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.